ഒരു സങ്കടപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തൃശ്ശൂർ അതിരപ്പള്ളിയിലുണ്ടായ കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. യുവാവിന് ദാരുണാന്ത്യം. അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിലെ സെബാസ്റ്റ്യനാണ് കാട്ടാനാക്രമണത്തെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. തേനെടുക്കാൻ കാട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ ആക്രമണമുണ്ടായത്. ഇപ്പോൾ നമ്മളുടെ ആനയുടെ ശല്യം ഒരുപാടാണ്. പക്ഷേ ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് വൈകുന്നേരം ഒരു 6-6 ആകുമ്പോഴൊക്കെ കോണിൻ്റെ അകത്ത് കയറും. അങ്ങനെ ഇന്നലെ വൈകുന്നേരം ഒരു തേനെടുക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയപ്പോഴാണ് സംഭവം നടന്നേക്കുന്നത്. കാരണം കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് നേരെ ആന ഇയാളെ അറ്റാക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ ആന നിന്നതും അറിഞ്ഞിട്ടുണ്ടായില്ല, ഒന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. ആന പെട്ടെന്ന് മുന്നോട്ട് വന്ന് ചാടി അറ്റാക്ക് ചെയ്യുകയാണെന്ന് സംഭവം. പിന്നെ അതിന് ശേഷം കൂടെയുള്ള ഒരാൾ വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞ് പിന്നെ ആൾക്കാരെ കൂട്ടി അവിടെ പോയി ഒച്ചമ്പളൊക്കെ വെച്ച് ആനേനെ ഓടിച്ച് തിരിച്ച് ബോഡി എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. സഭാസനം ഇങ്ങനെയാണ് ആന ചവിട്ടി കൊന്നത് ഇന്നലെ രാത്രി. ഈ ആന ഒച്ചയിട്ടപ്പോൾ പാളിക്കാർ എല്ലാവരും പോയി തിരിച്ച് 10 സമയം തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങളെ പോലീസിനെ അറിയിച്ചു, പോർസാറെ അറിയിച്ചു. എന്നിട്ട് 1 മണിക്കൂർ കൂടി ഞങ്ങൾക്ക് പെൻഡിങ് ആയി. ആംബുലൻസ് ഒന്നും കിട്ടിയില്ല പെട്ടെന്ന്. എന്നിട്ട് പോലീസിന് ഒരു ആംബുലൻസ് കിട്ടിയതുകൊണ്ട് ഇവിടെ ചാലക്കുടി താലൂക്കിൽ എത്തിച്ചു. ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം നടത്തി പെട്ടെന്ന് നിന്ന്. ആനശല്യം ആയതുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര ആനശല്യമാണ്. കുറേ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങി കാട്ടിൽ പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ് ഞങ്ങൾ ആനശല്യം അവിടെ. ലെവിൻ കെ വിജയനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലെവിൻ, കഷ്ടമാണ്. കാട്ടാനാക്രമണത്തിൽ ഒരു യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടത്. സ്ഥിരമായി കാട്ടാനയ്ക്ക് ഇറങ്ങാറുള്ള ഒരു മേഖലയാണോ? പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾക്ക് എപ്പോഴാകും തുടക്കമാവുക? എന്താണ് നിലവിലെ സാഹചര്യം? സേതു, കേരള തമിഴ്നാട് അതിർത്തിയിൽ കേരളത്തിൻ്റെ പ്രദേശത്ത് ആതിരപ്പള്ളി മലക്കപ്പാറ മേഖലയിലാണ് ഈ അടിച്ചിൽ തൊട്ടിൽ ഉന്നതിയുള്ളത്. അവിടെ വെച്ചാണ് സംഭവം നടക്കുന്നത്. സെബാസ്റ്റ്യനും ബന്ധുവായിട്ടുള്ള വിജയനും ഇന്നലെ രാത്രി വനവിഭവങ്ങൾ ശേഖരിച്ച് മടങ്ങി വരുന്നതിനിടെ, അതായത് വീടിൻ്റെ തൊട്ടടുത്ത പ്രദേശത്തേക്ക് എത്തുമ്പോഴാണ് ഈ ആനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. തൊട്ടടുത്തൊരു കാപ്പിത്തോട്ടമുണ്ട്. അവിടെ അതുവഴി വീട്ടിലേക്ക് വരാനുള്ള വഴിയിലൂടെ ഇവർ നടന്നു വരുമ്പോൾ തോട്ടത്തിനുള്ളിൽ മറഞ്ഞിരുന്ന ആന സെബാസ്റ്റ്യനെ തുമ്പിക്കൈക്ക് ചുറ്റിയെടുത്ത് കാലുകൊണ്ട് ചവിട്ടി അതിമൃഗീയമായി തന്നെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ആനയുടെ ആക്രമണത്തിൽ തൽക്ഷണം തന്നെ യുവാവ് അവിടെ മരണപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം കൂടെയുണ്ടായിരുന്ന വിജയൻ പുറത്തെത്തി ആളുകളെ അറിയിച്ച് അവരെല്ലാവരും എത്തിയതിന് ശേഷം ആനയെ തുരത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തിനെ പുറത്തേക്ക് കൊണ്ടുവരാനായത്. അപ്പോഴേക്കും മരണം സംഭവിച്ചു. അവിടെ ഈ ഉന്നതിയിലെത്തിച്ച് അവിടെയും ശരീരം ഏറെ സമയം പോലീസിനെയും മറ്റും നടപടിക്രമങ്ങൾക്കായി കാത്തു നിൽക്കേണ്ടി വന്നു. ചാലക്കുടിയിൽ നിന്നും ആതിരപ്പള്ളിയിൽ നിന്നും പോലീസ് എത്തി, ചാലക്കുടിയിൽ നിന്നും ആംബുലൻസ് സൗകര്യം എത്തി. അതിനെല്ലാം ശേഷം ഏറെ വൈകി 11 മണിയോടുകൂടി മാത്രമാണ് മൃതദേഹം ചാലക്കുടിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത്. വിജയനും സെബാസ്റ്റ്യനും ഇന്നലെ വനവിഭവങ്ങൾ ശേഖരിച്ച് 2 ദിവസം മുൻപാണ് കാട്ടിൽ പോയത്. അതിനുശേഷം ശേഖരിച്ച് മടങ്ങി വരുന്നതിനിടെ ഇത്തരത്തിലൊരു ആന ആക്രമണം ഉണ്ടാകുന്നത്. നിരന്തരമായി ആതിരപ്പള്ളി അടക്കമുള്ള മേഖലകളിൽ ആനശല്യം അതിരൂക്ഷമാണ്. ഈ പ്രദേശത്തടക്കം കഴിഞ്ഞ ദിവസങ്ങളിലും ആന എത്തിയിരുന്നു, കൃഷിനാശം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ നിരവധി ബുദ്ധിമുട്ടുകളാണ് വന്യജീവി മനുഷ്യ സംഘർഷത്തിൽ ഭാഗമായി ആതിരപ്പള്ളി മലക്കപ്പാറ മേഖലയിലെ ആളുകൾ നേരിടുന്നത്. അതിനിടയിലാണ് ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ സംഭവിക്കുന്ന 37ാമതോ 38ാമത്തെയോ മരണമാണ് ഇതെന്നുള്ള കാര്യം പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. വന്യജീവി ആക്രമണത്തിൽ, പ്രത്യേകിച്ച് കാട്ടാന ആക്രമണത്തിൽ ഇത്രയേറെ ജീവൻ പൊലിയുമ്പോഴും അധികൃതർ വേണ്ട വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവായുള്ള പരാതി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടിക്രമങ്ങൾ എത്രയും വേഗത്തിൽ നടത്തണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഏതായാലും ആനയാക്രമണത്തിൽ മരിച്ച സെബാസ്റ്റ്യന്റെ മൃതദേഹം തൃശ്ശൂർ ചാലക്കുടിയിലുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക. സേതു, ഓക്കെ ലെവിൻ, ഈ പറഞ്ഞതുപോലെ കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ നമ്മുടെ അധികാരികൾക്ക് കഴിയാത്തത് എന്നൊരു കാര്യത്തിൽ മാത്രമാണ് സംശയം നിലനിൽക്കുന്നത്. ഇതൊരു അവസാനത്തെ സംഭവമായി തീരട്ടെ. ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കാട്ടുമൃഗ ആക്രമണങ്ങളെ തുടർന്ന് മനുഷ്യരുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ.